360. ഈസ്റ്റിന്റെ കൂടെ എന്താ വരുക, 90 വരുക. സൗത്ത് 180, 270. അത് വോൾ സർക്കിൾ ബിയറിംഗ്. വോൾ സർക്കിൾ ബിയറിംഗിന്റെ ആംഗിള് ഈ നോർത്ത് നിന്നാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക, എപ്പോഴും മെഷർ ചെയ്യുക, അല്ലെങ്കിൽ സീറോ നിന്നാണ് എപ്പോഴും മെഷർ ചെയ്യുക. അതിനെ ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ക്വാഡ്രന്റൽ ബിയറിംഗ് എപ്പോഴും മെഷേഴ്സ് ഫ്രം നോർത്ത് ഓർ സൗത്ത്, എപ്പോഴും സൗത്ത് നിന്നോ നോർത്ത് നിന്നോ മെഷർ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞാൽ ആ ആംഗിൾ തന്നെ നമുക്ക് എത്ര കിട്ടുന്ന ആംഗിള്, ആ ആംഗിൾ തന്നെ നോർത്ത് തീറ്റ ഇ. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നാല് ഈ ആംഗിൾ നമുക്ക് കാണണ്ടേ, സൗത്ത് എന്നുള്ള ആംഗിൾ കാണണ്ടേ. അപ്പം സൗത്ത് തീറ്റ ഇ, അല്ലെങ്കിൽ 180 മൈനസ് ഈ വോൾ സർക്കിൾ ബിയറിംഗ്, അങ്ങനെ വരുവാ. 180 മൈനസ് ഈ വോൾ സർക്കിൾ ബിയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തീറ്റ കിട്ടും. ഇനി തേർഡിലാണെങ്കിൽ ഈ ആംഗിളാണ് കാണേണ്ടത്. അപ്പം വോൾ സർക്കിൾ ബിയറിംഗിന്ന് 180 മൈനസ് കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടും. ഇനി ഫോർത്തിലാണെങ്കിൽ 360 മൈനസ് ഈ ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്യണ്ടേ, ഇതാണ് ബേസ്. ഇത് മനസ്സിലായില്ല പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഹലോ, ആയിരിക്കും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാം എന്തായാലും, യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. കുറച്ച് പ്രോബ്ലം ചെയ്തിട്ടുള്ള കുറച്ചൊരു വീഡിയോ അയച്ചു തരാം. നെക്സ്റ്റ് അതായത് ഞാൻ പറഞ്ഞ് കോമ്പസ് ആണ് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനം. കോമ്പസിന് നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എന്നാ രണ്ട് പോൾസ് ഉണ്ട്. പ്ലസ് അതിന്റെ കൂടെ എന്നാ ഒരു ഗ്രാജുവേറ്റഡ് റിംഗ് ഉണ്ട്. ആ ഗ്രാജുവേറ്റഡ് റിംഗിൽ ആംഗിൾ ഇങ്ങനെ മെഷർ ചെയ്തിട്ടുണ്ടാവും, എന്നാ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 0, 90 അല്ലെങ്കിൽ 0, 10, 20, 30, 40 അങ്ങനെ 90 വരെ, എന്നാ ഒരു 360 വരെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക. നമ്മൾ ഈ ഒരു സാധനം ലൈനിന്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, അതായത് ഓരോ സ്റ്റേഷനിൽ, ഇപ്പൊ എ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് എന്നാ കാണിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ടുവച്ചാലും നോർത്ത് സൗത്ത് വെച്ചിട്ടുണ്ടാവുക. കാണുന്നില്ലേ? ഹലോ. ആ സാർ കാണുന്നുണ്ട്. അപ്പൊ എ ബി, അപ്പം ഇവിടെ എ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ആംഗിളിന്റെ റീഡിങ്, അതാണ് ഈ എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ 4 ബിയറിങ്. എ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഫോർവേഡ് എടുക്കുന്ന റീഡിംഗ് ആണ് 4 ബിയറിങ്. നെക്സ്റ്റ് അതേപോലെ തന്നെ ബിയിൽ കൊണ്ടുവച്ചിട്ട് എയിലേക്ക് എടുക്കുന്ന റീഡിങ്, നേരെ എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന റീഡിംഗ് ആണ് ബാക്ക് ബിയറിങ്. ബാക്ക് ബിയറിങ് അതായത് എന്ന് എ ബിയിലേക്ക് എടുക്കുന്ന റീഡിംഗ് ആണ് 4 ബിയറിങ്. ബിന്ന് ബി എയിലേക്ക് എടുക്കുന്ന റീഡിംഗ് ആണ് ബാക്ക് ബിയറിങ്. ഇത് നമ്മൾ എപ്പോഴും ഈ കോമ്പസിനെ കൊണ്ടെടുക്കുന്ന ആംഗിൾ നമുക്ക് രണ്ട് ടൈപ്പിൽ എടുക്കാം. എന്താ, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും എടുക്കാം. പക്ഷെ 4 ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് തന്നെ എടുക്കണം കേട്ടാ. ഇത് മനസ്സിലായോ? മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഇതേ ലൈന് ബി എയിലേക്കാണെന്ന് വിചാരിച്ചോ. ബി എ ഇങ്ങനെ പറയാ,
ഞാൻ നേരത്തെ പറഞ്ഞ ലൈനിന്റെ ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി equal to theta. Suppose this is theta and this is phi. Back bearing of line AB is equal to phi. അതായത് ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി തീറ്റയും ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഫൈയും ആയിരിക്കും. ഇത് ഞാൻ പറയുന്ന കേസിൽ ഇപ്പം എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇനി അതേ ലൈൻ തന്നെ ഞാൻ ഓപ്പോസിറ്റ് റീഡ് ചെയ്യുന്നത് ബി എ എന്ന് പറഞ്ഞ ലൈനിന്റെ ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. അപ്പം ആദ്യം ഞാൻ എടുത്ത റീഡിങ് ഫോർ ബിയറിംഗ് ആയിരുന്നില്ലേ? അതേപോലെ തന്നെ എ ബിന്റെ എടുത്ത പോലെ തന്നെ ബി ആൻഡ് എടുക്കുന്നത്. ബി ആൻഡ് ഫോർ ബിയറിംഗ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ ആയിരിക്കൂലേ? ഇങ്ങനെ ആയിരിക്കൂലേ? അതെ അതെ. ഫൈ. ഇനി എ ബിന്റെ അല്ല ഇതിന്റെ എന്താ ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ ബി എന്റെ ഇതായിരിക്കൂലേ? ആ ആ അപ്പം നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ ബി എ ഇസ് ഈക്വൽ ടു എന്താ വരുമോ? തീറ്റ. തീറ്റ ആണോ? ലൈൻ ബി എ അല്ലടാ, ഫൈ അല്ലേ? ഫൈ. ഹലോ, ഇനി ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ ബി എ ഇസ് ഈക്വൽ ടു എന്താ വരുമോ? തീറ്റ. ഇങ്ങനെ വരുമോ? അതെ. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് കാണാൻ പറ്റുന്ന ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഇസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ ബി എ അല്ലെ? അതെ. അതേപോലെ തന്നെ ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഇസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ ബി എ. ഒരേ ലൈനിന്റെ അങ്ങോട്ട് ഇതാക്കുമ്പോൾ ഫോർ ബിയറിംഗ് നേരെ തിരിച്ചിട്ട് ബാക്ക് ബിയറിംഗ് ആവും, ബാക്ക് ബിയറിംഗ് നേരെ തിരിച്ചിട്ട് ഫോർ ബിയറിംഗ് ആവും. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ മാറുമ്പം അതേപോലെ തന്നെ ആംഗിൾ മാറും അല്ലേ? അതെ. അപ്പം എന്നാ ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് എന്ന് എഴുതിയിട്ട് ഈ ഒരു ഫിഗറും വരച്ചിട്ട് ഇത് രണ്ടും എഴുതി വെക്ക് പെട്ടെന്ന്.
എഴുതിയാ? ഹലോ? ഒരു മിനിറ്റ്. ആ. ആ സാർ കഴിഞ്ഞു. കഴിഞ്ഞില്ലേ? ആ ഇനി നമുക്ക് ബാക്ക് ബിയറിങ് ഫോർ ബിയറിങ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഒരു ലൈനിന്റെ ഫോർ ബിയറിങ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ ബാക്ക് ബിയറിങ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സാധനം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈൻ എ ബി ഉണ്ട്. രണ്ട് മെറിഡിയൻസ് ആയി. ഫോർ ബിയറിങ് അല്ലെങ്കിൽ തീറ്റ തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് ബിയറിങ് നമുക്ക് കാണണം. എങ്ങനെ കാണുമോ? ഹലോ? അവിടെ കോമ്പസ് ഒക്കെ ഉണ്ടായിനി. ഇല്ല, കോമ്പസ് വെക്കണ്ടെന്ന് വെച്ചാല് ചില സമയത്ത് കോമ്പസിന്റെ സംഭവം മാറും. എന്നാൽ ആ ലോക്കൽ അട്രാക്ഷനോ അങ്ങനെല്ലാം ഉണ്ടെങ്കിൽ മാറും. അങ്ങനെ മാറുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഹലോ? ആ സാർ. അങ്ങനെ മാറുന്നില്ല, കോമ്പസ് എല്ലാം കറക്റ്റ് ആയിട്ട് കാണിക്കുന്നു അസ്യൂം ചെയ്ത് കഴിഞ്ഞാല് ഈ മെറിഡിയനും ഈ മെറിഡിയനും തമ്മിൽ പാരലൽ ആയിരിക്കൂലേ? കറക്റ്റ് രണ്ട് നോർത്ത് കാണിച്ചു കഴിഞ്ഞാൽ രണ്ട് പാരലൽ ആയിരിക്കൂലേ? ആ അതെ. അല്ലേ? ആ അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്ന സാധനം, അതായത് ഈ എ ബി എന്ന് പറഞ്ഞ ലൈന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അതിലേക്ക് വരക്കുന്ന ആംഗിൾ എന്ന് വെച്ചാലും എഫ് ബി തന്നെ ആയിരിക്കൂലേ? അതെ. അല്ലേ? ആ അതെ അതെ. സെയിം അല്ലേ? ആ അതെ. നമ്മളെ ബാക്ക് ബിയറിംഗ് എന്താ? ലൈൻ എ ബിന്റെ ഇവിടെ തൊട്ടിട്ട് ഇവിടത്തെ വരെ അല്ലേ? അതെ. ആക്ച്വലി ഈ സംഭവം എത്രയാ? 180 180. ഡിഗ്രി അല്ലേ? ആ അപ്പൊ നമുക്ക് 180 ഡിഗ്രി പ്ലസ് എഫ് ബി എന്ന് പറഞ്ഞൂടെ ബാക്ക് ബിയറിംഗ് സീക്വൽ ടു ആ പറയാം. ഈ കേസിൽ? ആ പറയാം. ഈ കേസിൽ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു എഫ് ബി പ്ലസ് 180 ഡിഗ്രി എന്ന് എഴുതണേ. എനിക്ക് ഡിഗ്രി എന്ന് എഴുതാൻ പറ്റില്ല. നിങ്ങൾ എഴുതുമ്പോ ആംഗിൾ എല്ലാം ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് എഴുതണേ. ആ ഇനി നമ്മൾ നേരത്തെ കേസ്, നേരെ തിരിച്ചിട്ടുള്ള കേസ് ബി എ, ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ഫോർ ബിയറിങ് അല്ലേ? അല്ലേ? ആ അതെ സാർ. ഇത് പ്രൊഡ്യൂസ് ചെയ്താലും അതേ സെയിം സാധനം തന്നെയാണ് ഫോർ ബിയറിങ് വരിക. ആ അല്ലേ? അതെ അതെ. ഇനി ഇതിന്റെ ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത് ഇതല്ലേ? ഇതല്ലേ ബാക്ക് ബിയറിംഗ് വരുക? അതെ അതെ. ഈ കേസിൽ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു എന്താ വരുക? ഫോർ ബിയറിംഗ് പ്ലസ് 180. അല്ലല്ല, അതെങ്ങനെയാണ് വരുക? 180 മൈനസ് ഫോർ ബെയറിംഗ്. ആ അതെ, 180 മൈനസ് ഫോർ ബിയറിംഗ് പറഞ്ഞല്ലേ കിട്ടുക? അല്ലേ? ആ ആ ആ മനസ്സിലായി. ആ മനസ്സിലായില്ലേ? മനസ്സിലായി മനസ്സിലായി. ആ മനസ്സിലായി. അപ്പം വൺ എയ്റ്റി മൈനസ് ഫോർ ബിയറിംഗ് പറഞ്ഞാലേ കിട്ടൂ. അല്ലെങ്കിൽ എന്താ, ഫോർ ബിയറിംഗ് മൈനസ് 180 അങ്ങനെയും പറയാം. ആ ആംഗിളിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫോർ ബിയറിംഗ് മൈനസ് 180. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബിയറിംഗ് ഇസ് ഈക്വൽ ടു എഫ് ബി അല്ലെങ്കിൽ ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 അങ്ങനല്ലേ പറയാ? ഹലോ? ആ അങ്ങനല്ലേ പറയാ? പ്ലസ് ഓർ മൈനസ് 180 അതെ. എന്നല്ലേ പറയാ? 180 ഡിഗ്രി. ആ അപ്പൊ അത് എഴുതി വെക്കോ ഇത് രണ്ട് വരച്ചിട്ട്? ആ
കഴിഞ്ഞോ? ഇല്ല സാർ. നോക്ക്. സാറായി. അതില്ലേ? ആ. അതിന് നമുക്ക് ഇതിപ്പോ ഞാൻ വോൾ സർക്കിൾ ബെയറിംഗിന്റെ കേസല്ലേ പറഞ്ഞത്, ഇതേപോലെ തന്നെ റെഡ്യൂസ്ഡ് ബെയറിംഗിന്റെ കേസും ഉണ്ടാവൂലേ? ഇതിപ്പോ ഞാൻ 360 അല്ലേ പറഞ്ഞത്, അതേപോലെ തന്നെ ആ റെഡ്യൂസ്ഡ് ബെയറിംഗിന്റെ കേസിൽ പറയാൻ പറ്റില്ലേ? കുറച്ചും കൂടി സിമ്പിൾ ആണ്. ഇതാണ് നമ്മളെ ക്വാഡ്രന്റില്. അപ്പൊ നമ്മളെ ലൈൻ ഇങ്ങനെ പോണ്, എ ബി എ ബി. ഇവിടെയും ക്വാഡ്രന്റ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതേതാ ഈ എ എന്ന് പറഞ്ഞ സാധനം ഏത് ക്വാഡ്രന്റിൽ വരുമോ? എ എന്ന് പറഞ്ഞ സാധനം ഏത് ക്വാഡ്രന്റിൽ വരുമോ? ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ഫസ്റ്റ് അല്ലടാ. അപ്പുറത്തെ സൈഡ് അല്ല വരാ. അല്ല, എ എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ഇത് ഫസ്റ്റ്. ബി എന്ന് പറഞ്ഞ സാധനം തേർഡ് ക്വാഡ്രന്റ് അല്ലേ? ആ, ഞാൻ രണ്ടും നേരെ ഓപ്പോസിറ്റ് അല്ലേ വരുമോ? അതായത് എ പ്രൊജക്ട് ചെയ്താൽ ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്താലും ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്താലും രണ്ട് സെയിം അല്ലേ? ഈ ആംഗിൾ തന്നെ ആയിരിക്കൂലേ ഈ ആംഗിള്? രണ്ട് ആംഗിളും സെയിം അല്ലേ? അതെ. അപ്പം ഇതിന്റെ കേസിൽ നോർത്ത് തീറ്റ ഡിഗ്രി, ഇത് തീറ്റ ആണെങ്കിൽ ഈസ്റ്റ് അല്ലേ? ഇതിന്റെ കേസിൽ സൗത്ത് തീറ്റ ഡിഗ്രി വെസ്റ്റ് അല്ലേ? അതൊന്നും കൂടി പറയാം. അതായതെടാ, ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് ഉള്ള നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാ ബി എന്ന് പറഞ്ഞ സാധനത്തിന്റെ ബാക്ക് ബിയറിങ്, ഇതിന്റെ ഫോർ ബിയറിങ്, ഇതിന്റെ ബാക്ക് ബിയറിങ്. അപ്പം ഈ എന്നാ ഫോർ ബിയറിങ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുക ഈ ആന്റെ കേസിൽ. അപ്പം ഇതിന്റെ ഇത് പറയുമ്പം നോർത്ത് തീറ്റ ഇ എന്നല്ലേ പറയാ? ഇതല്ലേ ആംഗിള് തീറ്റ, നോർത്ത് തീറ്റ ഇ. ഇനി ഇതിന്റെ ബാക്ക് ബിയറിങ് പറയണം. നമ്മൾ സാധാരണ ബാക്ക് ബിയറിങ് പറയുന്നത് ഇവിടുന്ന് മുതൽ ഇവിടത്തം വരെ എടുത്തിട്ടില്ലേ പറയാ, വോൾ സർക്കിൾ ബിയറിംഗിന്റെ കേസിലാണെങ്കിൽ. പക്ഷെ ഇതിന്റെ കേസിൽ ഇവിടുന്ന് ഇവിടത്തം വരെ നോക്കിയാ പോരെ? സൗത്ത് നോക്കിയാ പോരെ? നോർത്ത് ഓവർ സൗത്ത് അല്ലേ? അതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ നോക്കിയാ പോരെ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ആംഗിൾ മാത്രം മതി, ഞാൻ കാണിക്കുന്ന ആംഗിൾ മാത്രം മതി. കാണുന്നുണ്ടോ? ആ ആംഗിൾ എന്ന് വെച്ചാൽ തീറ്റ തന്നെ ആയിരിക്കൂലേ? സെയിം ആയിരിക്കൂലേ? ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്? ഒരു എന്നാ പാരലൽ ലൈനിന്റെ ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്? പെർപെൻഡിക്കുലർ ലൈനിന്റെ ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്? അപ്പൊ രണ്ട് ആംഗിളും തീറ്റ തന്നെ ആയിരിക്കൂലേ? അപ്പൊ ആംഗിൾ മാറൂല, പക്ഷെ ഡയറക്ഷൻ മാറുന്നില്ലേ? അപ്പം നോർത്ത് നേരെ തിരിച്ചിട്ട് സൗത്ത് ആവും, അതിന്റെ ഓപ്പോസിറ്റ്. തീറ്റ തീറ്റ ഡിഗ്രി തന്നെ ഈ സാധനം സെയിം. പിന്നെന്താ വരുന്നത്? ഈ വെസ്റ്റിലേക്കല്ലേ വരുന്നത്? വെസ്റ്റ്. അത്രേ ഉള്ളൂ. ക്വാഡ്രന്റില് സിമ്പിളാ, ഒന്നുമില്ല, നേരെ തിരിച്ചെഴുതിയാൽ മതി. ഇപ്പൊ നോർത്ത് ആണെങ്കിൽ നേരെ തിരിച്ചിട്ട് സൗത്ത് എഴുതുക, ഈസ്റ്റ് ആണെങ്കിൽ വെസ്റ്റ് എഴുതുക. ഇനി നേരെ എന്നാ സൗത്ത് ആണെങ്കിൽ നോർത്ത് എഴുതുക, ഇതാണെങ്കിൽ എന്നാ വെസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് എഴുതുക. ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ക്വാഡ്രന്റില് സിമ്പിളാ. അപ്പൊ ഒരു പ്രോബ്ലം എഴുതിക്കോ. The following are observed. The following are observed for bearing of the lines. For bearing of the lines. അതിനകത്ത് ഒന്ന് രണ്ട് ഇങ്ങനെ ഇട്ടിട്ട് എഴുതിക്കോ. ഫസ്റ്റ് വൺ എ ബി 12 ഡിഗ്രി 24 മിനിറ്റ്. എ ബി 12 ഡിഗ്രി 24 മിനിറ്റ്.
12 ഡിഗ്രി 24 മിനിറ്റ്. എഴുതിയോ? 24. ആ ഇനി ബി സി 119 ഡിഗ്രി 48 മിനിറ്റ്. ഇവിടെ ഡിഗ്രി മിനിറ്റ് എഴുതണേ, ലൊക്കേഷൻ എഴുതണേ. 119 ഡിഗ്രി 48 മിനിറ്റ്. സി ഡി 266 ഡിഗ്രി 30 മിനിറ്റ്. 30 മിനിറ്റ് സ്ക്രീനിലതാ. DE 354 ഡിഗ്രി 18 മിനിറ്റ്. 54 ഡിഗ്രി 18 മിനിറ്റ്. 18 എടാ ഈ മിനിറ്റ് ഇല്ലേ 60 മിനിറ്റിൽ മുകളിൽ പോവില്ല. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രിയാ. ആ അങ്ങനെ ഒരിക്കലും പറയാറാ. PQ നോർത്ത് 18 ഡിഗ്രി 0 മിനിറ്റ് E. 18 ഡിഗ്രി 0 മിനിറ്റ് E. QR സൗത്ത് 12 ഡിഗ്രി 24 മിനിറ്റ് E. ഈസ്റ്റ്. ഇനി RS സൗത്ത് 59 ഡിഗ്രി 18 മിനിറ്റ് വെസ്റ്റ്. ഇനി ST നോർത്ത് 86 ഡിഗ്രി 12 മിനിറ്റ് വെസ്റ്റ്. ഇത്രയും മതി. ഫൈൻഡ് ദെയർ ബാക്ക് ബിയറിംഗ്സ്. പെട്ടെന്നാണ്. ഫൈൻഡ് ദെയർ ബാക്ക് ബിയറിംഗ്സ്. സിഡിന്റെ മേലത്തെ എന്ന് പറയോ? സിഡിന്റെ മുകളിലത്തെ 119 ഡിഗ്രി 48 മിനിറ്റ്. എന്നാ BA അല്ല ഒറ്റ മിനിറ്റ്. BC 119 ഡിഗ്രി 48 മിനിറ്റ്. അതിന്റെ ഏറ്റവും ഫസ്റ്റത്തെ സാധനം AB 12 ഡിഗ്രി 24 മിനിറ്റ്. കേട്ടില്ലേ? ഹലോ സാർ അഞ്ചാമത്തേതാ? PQ നോർത്ത് 18 ഡിഗ്രി 0 മിനിറ്റ് ഈസ്റ്റ്. പെട്ടെന്നേ